PM ശ്രീ മദ്യനയം തുടങ്ങി തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗ് ശക്തമായി പ്രചരണത്തിന് എടുത്ത വിഷയങ്ങളിൽ പലതിലും UDFിൻ്റെ തീരുമാനങ്ങൾ, UDFിൻ്റെ നിശ്ചയങ്ങൾ അത് ലീഗ് പണ്ട് പറഞ്ഞതുപോലെയാണോ എന്ന ചോദ്യം ഉയരുന്ന ഒരു ഘട്ടമാണിത്. നമ്മോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് മാഷ് ചേരുന്നുണ്ട്. മാഷ്, ഈ മദ്യനയാവട്ടെ, PM ശ്രീ ആവട്ടെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തോതിൽ തന്നെ ലീഗ് അതിൽ പ്രചരണം നടത്തിയിരുന്നു. ഇതൊക്കെ പറഞ്ഞാണ് വോട്ട് വാങ്ങിയതാണെന്നാണ് LDF വരെ പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ലീഗിന് വിട്ടുവീഴ്ചയുണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. ലീഗിൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ഒരു ഭരണത്തിൽ ഉണ്ടായോ? ഇല്ലില്ല, അങ്ങനത്തെ യാതൊരുവിധ വിഷയം ഉണ്ടായിട്ടില്ല. അത് PM ശ്രീ ആയിരുന്നാലും മറ്റെന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു മാസക്കാലത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. ഇത് വെറുതെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒപ്പിട്ടൊരു പദ്ധതിയാണ്. അതവിടെ പെൻഡിങ്ങിൽ വെച്ച പദ്ധതിയാണത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ നിയമസഭയിൽ നിരവധി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇത് അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് വിശദീകരിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നും യാതൊരു മാറ്റമല്ല. മാത്രമല്ല, അത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇപ്പം മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കണിശത UDFിനുണ്ട്, ലീഗിനുണ്ട്. പക്ഷേ അതിൽ ചില വിഷയങ്ങളുണ്ട്. ഇത് ഒപ്പിട്ട സ്ഥിതിക്ക് അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പോൾ അതിന് മന്ത്രിസഭ ഒരു ഉപസമിതി നിശ്ചയിച്ചിട്ടുണ്ട്. ഉപസമിതി അത് പരിശോധിച്ചിട്ട് ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരും. അത് പുറത്തോട്ട് വരുമ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ തീരും. നടപ്പിലാക്കേണ്ടി വരുമെന്ന് ലീഗിന് ഏകദേശം ഒരു ബോധ്യമുണ്ട് അല്ലേ? ഏത് ഈ PM ശ്രീ നടപ്പിലാക്കേണ്ടി വരുമെന്ന് അങ്ങനെ ബോധ്യമല്ല. അത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കരിക്കുലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും സിലബസിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുന്നതിനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും ലീഗ് സമ്മതിക്കൂല. അതിൽ കൃത്യമായിട്ടൊരു നിലപാട് വെച്ചിട്ട് തന്നെ മുസ്ലിം ലീഗും UDFും മുന്നോട്ട് പോവുള്ളൂ. അതായത് PM ശ്രീയിൽ ചേർന്നാലും ഈ കണ്ടീഷൻസ് വെച്ച് മുന്നോട്ട് പോകുള്ളൂ. തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയമല്ല. ഇത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ നിലയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹം ഏറ്റെടുത്ത ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളാണ്. നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല. കാരണം ഇതിനെതിരെ പറഞ്ഞ അതുകൊണ്ടാണല്ലോ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒപ്പിട്ട സ്ഥിതിക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. ഒപ്പിട്ട സ്ഥിതിക്ക് അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകുമ്പോൾ വരാനിരിക്കുന്ന പ്രയാസങ്ങൾ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന ചില വ്യതിചലനങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് മന്ത്രിസഭയുടെ ഉപസമിതി ഈ വിഷയത്തിൽ പഠിക്കാനും പരിശോധിക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു കണക്കുകൂട്ടൽ. വരട്ടെ, പ്രതിപക്ഷ വിമർശനം ഇപ്പം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് വരട്ടെ. പ്രതിപക്ഷത്തിനത്തെ വിമർശനം, പ്രതിപക്ഷത്തിലെ ഒപ്പിട്ടതിൽ പ്രതിപക്ഷം എങ്ങനെ ഇത് വിമർശിക്കുക? അവർക്ക് എന്ത് യോഗ്യതയുള്ളത്? കാരണം പ്രതിപക്ഷം ഇത് ഒപ്പിട്ടൊരു ഒരു പദ്ധതിയല്ലേ, പിന്നെ അവരെങ്ങനെ വിമർശിക്കുന്നത്? അവർ പറഞ്ഞ് കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഏത് ഇതിൽ പിന്മാറെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഒപ്പിട്ടത് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒപ്പിട്ടത് ഇത് ക്യാപ്റ്റൻ അബൈനിൽ വെക്കാനാ, മറ്റേത് വെക്കാനാ, മാറ്റി വെക്കാനാ, ഫ്രീസ് ചെയ്യാനാ ഒപ്പിട്ട് കൊടുത്തത്? രണ്ടും കൂടെ നടക്കൂലല്ലോ. അത് ശരിയല്ല. അത് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഒരിക്കലും ഒരു നേരത്തെയുള്ള നിലപാടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ പരിഹാസ്യമായിട്ട് നമുക്ക് പോകുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത് അല്ലേ? യാതൊരു സംശയമല്ല. ഇന്നിപ്പോൾ ഈ വിഷയം സങ്കീർണമാക്കിയത് നേരത്തെയുള്ള ഭരണകക്ഷി ഇപ്പോഴത്തെ പ്രതിപക്ഷം തന്നെയാണ് എന്നതിൻ്റെ കാര്യത്തിൽ സംശയം ആരും അറിയാതെ ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പോയി ഒപ്പുവെക്കുന്നത്. ആ ഒപ്പുവെക്കുന്നത് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അയാൾ വ്യക്തിപരമായി എടുത്തൊരു തീരുമാനമല്ല. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് അജണ്ടയുണ്ട്. അതൊക്കെ കേരളീയ സമൂഹം തിരിച്ചറിയും. അതന്നെ. ഇതിപ്പോ തന്നെ ഈ മദ്യത്തിന്റെ കാര്യത്തിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ മദ്യവ്യാപനം കൂട്ടുന്ന ഒരു സാഹചര്യം സമസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സാധിക്കില്ല, തങ്ങൾ അതിനാണ് അഭിപ്രായപ്പെട്ടത്. ശരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യം, അതുപോലെ തന്നെ ലഹരി, മയക്കുമരുന്ന് കൃത്യമായി നിലപാടിലൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്
ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായിട്ട് ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് അണുമണിത്തൂക്കം വ്യതിചലിച്ചു പോകുന്ന പ്രശ്നമല്ല. ഇത് മുന്നണിയിൽ ആലോചിക്കണം, അതുപോലെ തന്നെ പാർട്ടിയിൽ ആലോചിക്കണം, എന്നിട്ടേ തീരുമാനത്തിലേക്ക് വരുള്ളൂ എന്നുള്ളത് ഇന്നലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ശരവേഗത്തിൽ നടത്തിയത് ലീഗിനോട് ആലോചിച്ചു. അതൊരു ബജറ്റിന്റെ മുമ്പിൽ ഒരു ഫയൽ നീക്കേണ്ടതിനുള്ള ഒരു ചില നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ഈ ഫയലും പോയിട്ടുള്ളൂ. ലീഗ് എന്താണെങ്കിലും ഇത്തരമൊരു നയം അനുവദിക്കില്ല. അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന പ്രശ്നമല്ല. അത് ഭരണത്തിൽ കയറി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ നയസമീപനത്തിൽ മാറ്റം വരുത്തൂല. എന്താണ് നയം? അല്ല, സമ്പൂർണ്ണ മദ്യ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് UDF മുസ്ലിം ലീഗും ആഗ്രഹിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. അത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് വിരുദ്ധമായിട്ടൊരു പ്രവർത്തനത്തിൽ ഒരിക്കലും ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലീഗിന്റെ സമ്മർദ്ദം കാരണമായിരിക്കുമോ വി ഡി സതീശൻ തന്നെ സഭയിലെ നിലപാട്? എന്നല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണല്ലോ. പിന്നെ ലീഗിന്റെ സമ്മർദ്ദം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭരണത്തിൽ കയറിയ ശേഷം ലീഗ് ഇത്തിരി പ്രതിരോധത്തിലായിട്ടുണ്ടോ പല കാര്യങ്ങൾക്കും? ഒരു പ്രതിരോധത്തിലുള്ള ഞങ്ങൾ പ്രതിരോധിക്കും. ആവശ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പ്രതികരിക്കുക ചെയ്യും. പക്ഷെ വേണ്ടതിനും വേണ്ടാത്തതിനും കയറിയും കണ്ട് വർത്തമാനം പറയുന്നൊരു സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പാർട്ടിയുടെ ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിന്റെ ഈ കാര്യത്തിലുള്ള ഒരു തീരുമാനം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. എന്നാണെങ്കിൽ ലീഗിന്റെ നയം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ലീഗിന്റെ നയം എന്നല്ല, UDFന്റെ നയം അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ എല്ലാ 140 നിയമസഭാ മണ്ഡലങ്ങളിലും പോയിട്ട് പ്രസംഗിച്ച കാര്യങ്ങളാണ്. ആ പ്രസംഗിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ഐക്യ ജനാധിപത്യ മുന്നണി ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളം നമുക്ക് നന്നാവണം, കേരളം നന്നാക്കണം. ഒരു മാറിയ കേരളത്തിൽ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് എല്ലാവരും ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആരെന്ത് പറഞ്ഞാലും, എന്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും, തെറ്റിദ്ധാരണ പരത്തിയാലും ഈ ഗവൺമെൻറ്റിൽ പൊതുസമൂഹത്തിന് ഒരു വിശ്വാസമുണ്ട്. മറ്റേ കാര്യം കൂടി, ഇപ്പോൾ പുതിയ ജില്ലയ്ക്ക് വേണ്ടിയുള്ള മുറവിളികളും UDFന്റെ നിവേദനമൊക്കെ സർക്കാരിന് മുമ്പിലെത്തി സർക്കാർ അതേക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതി നിയോഗിക്കുന്നു പറഞ്ഞു. ജനസംഖ്യാനുപാതിക വികസനം കൊണ്ടുവരാൻ ഈ ഒരു പുതിയ ജില്ല എന്നുള്ളത് അനിവാര്യമാണോ? തീർച്ചയായിട്ടും വില്ലേജുകൾ വിഭജിക്കണം, താലൂക്കുകൾ വിഭജിക്കണം. ഇവിടെ നമുക്ക് ഈ 1/2 കോടിയല്ല നമ്മുടെ ജനസംഖ്യ, 1/2 കോടിയാണ് നമ്മുടെ ജനസംഖ്യ. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് ഇവിടെ ഭരണ നിർവഹണം കൃത്യമായിട്ട് നടന്നു പോകണം. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള നിലക്കാണ്. അതും നിയമസഭക്കകത്ത് പറഞ്ഞു, ഈ ഗവൺമെൻറ് ഒരു പുതിയ കമ്മീഷൻ അതിൻ്റെ സാധ്യതാ പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. എന്താണ്, പുനഃക്രമീകരണമാണോ അതോ മലപ്പുറം ജില്ല 2 ആക്കണം എന്നാണോ? അല്ല, മലപ്പുറം ജില്ല 2 ആക്കണം എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞ ആവശ്യമുള്ള താലൂക്കുകൾ, ആവശ്യമായിട്ടുള്ള വില്ലേജുകൾ, പഞ്ചായത്തുകൾ, കാരണം അത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് വികസനങ്ങൾ നടക്കണം, ആനുപാതികമായുള്ള യുവസമാഹരണം നടത്തണം, ആളോഹരിയുള്ള മറ്റേ നമുക്ക് കിട്ടണം, ലഭ്യമാവണം. അതനുസരിച്ചിട്ടുള്ള ഒരു ഇത് ഉണ്ടാവണം. അതിനനുസരിച്ചിട്ട് വില്ലേജുകൾ, താലൂക്കുകൾ, അതുപോലെ തന്നെ ജില്ലയുടെ വിഭജനമൊക്കെ ഈ സാധ്യതാ പഠനം കിട്ടിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഗവൺമെൻറ് ഇതിനൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ പോവുള്ളൂ. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. എന്നാണെങ്കിലും സമകാലീന വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെയും പാർട്ടിയുടെയും നിലപാടാണ് ഹമീദ് മാസ്റ്റർ വ്യക്തമാക്കിയത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.